Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ലോറിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു മാലയാണ്. അപ്പോൾ ഇതാണ് ലോറിയൽസ്, അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗുങ്കുരു എന്ന് പറയും. അപ്പോൾ ഈ വൈറ്റ് കളർ ഗുങ്കുരു ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വൈറ്റ് കളർ ലോറിയൽസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ വരുന്ന ഈ ലൂപ്പ് റൗണ്ട് ഷേപ്പിലായിരിക്കും, കറക്റ്റ് റൗണ്ടിലായിരിക്കും. അതൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുറച്ച് നീളത്തിൽ വരുന്ന പോലെ ആക്കണം, എന്നാലേ നമുക്ക് ഈ മാല ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മാല ചെയ്യുമ്പോൾ ഈ മുത്തുകൾ ഉള്ളിൽ കൂടെ ഊരി വരാതിരിക്കാനും അതുപോലെ കോർക്കാൻ എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഈ ഷേപ്പിലാക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം പ്രസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ കോർക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ലോറിയൽ എടുക്കുക, അതിനുശേഷം രണ്ടാമതൊരെണ്ണം എടുത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ, അതായത് ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ അടുത്ത ലോറിയിൽ കോർക്കാം. അതായത് അങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കോർക്കാം. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അപ്പോൾ ഇതുണ്ടോ, ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലോറിയിലെടുത്തു, അതിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരെണ്ണം കോർത്തു. വീണ്ടും ഒരെണ്ണം എടുത്തിട്ട് ഇപ്പോൾ ഏറ്റവും മുകളിൽ വന്നിരിക്കുന്ന ലൂപ്പുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ലോറിയിൽ കോർക്കുന്നു. ഇപ്പോൾ കോർത്തതിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത ലോറിയിൽ കോർക്കുക. ഇതുപോലെയാണ് കോർക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒന്നിൻ്റെ ഉള്ളിലോട്ട് വേറൊന്ന് അങ്ങനെ കോർത്ത് പോവുകയാണ്. ഇവിടെ നമുക്ക് നൂലോ അല്ലെങ്കിൽ വേറെ ഗിയർ വയറോ ഒന്നും ആവശ്യമില്ല. ഈ ലോറിയൽസ് മാത്രം തന്നെ ഒന്നിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് കോർത്തിട്ടാണ് നമ്മൾ ഈ മാല മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര ലെങ്തി ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. അല്ല ഇപ്പോൾ വൈറ്റ് കളർ മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വേറെ കളേഴ്സ് ലോറിയൽസ് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അല്ല കുറച്ച് വൈറ്റ് പിന്നെ കുറച്ച് വേറെ കളർ അങ്ങനെയാണെങ്കിലും ചെയ്യാം. 2 വരി 3 വരി എല്ലാം ചെയ്യാം. ഞാനിവിടെ ഈ ഒരു മെത്തേഡ് മാത്രമാണ് കാണിക്കുന്നത്. സിംഗിൾ ഒരു വരിയിൽ മാത്രം ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ലോറിയൽസ് ഉപയോഗിച്ച് നമ്മൾ നിറയെ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. കമ്മലുകളും വേറെ മാലയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവർ കണ്ടു നോക്കുക. കുറേ ആയ വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അതൊരു വീഡിയോയ്ക്കലും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി, അതായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബാക്കിയെല്ലാം കോർത്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത്ര നമ്മൾ കോർത്ത് ഇതുപോലെ വരും കോർത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് കോർത്ത് നമ്മൾ എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രയും കോർക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഇറക്കം കുറഞ്ഞ ഒരു മാല അത്രയേ കോർക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലെങ്ത്തിന് കൂടുതൽ വേണമെങ്കിൽ ഇനി കൂടുതൽ കോർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഹുക്കാണ് കോർക്കേണ്ടത്. അതിനായിട്ട് 2 ഭാഗത്തും നമുക്ക് ഓരോ ജംപറിങ് കോർക്കാം. അതിൽ ഒരു ഭാഗത്ത് ഹുക്കും ഒരു ഭാഗത്ത് ജംപറിങ് മാത്രം മതി. അപ്പോൾ ഇതുപോലെ വട്ടക്കണ്ണി ഉണ്ടല്ലോ, അത് തന്നെയാണ് ജംപറിങ്. അപ്പോൾ ഈ വട്ടക്കണ്ണി ഒന്ന് അകത്തിയിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന ലോറിയലിൻ്റെ ആ ലൂപ്പ് ഉണ്ടല്ലോ അതിലോട്ട് കോർത്താൽ മതി. പിന്നെ ഇത് അകത്തിയത് പ്ലെയർ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് ചേർത്ത് വെക്കുക, ഗ്യാപ്പില്ലാത്ത വിധം നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഇനി ഇതാണ് ഹുക്ക്. ഞാൻ ഈ ഷേപ്പ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഇതുപോലെ ഒരു ജംപറിങ്ങിൽ കോർക്കുക. കോർത്ത ശേഷം നമ്മുടെ മറ്റേ ഭാഗത്ത് മാലയുടെ മറ്റേ അറ്റത്തും നമ്മൾ നേരത്തെ ജംപറിങ് കോർത്ത പോലെ തന്നെ ഈ ഇവിടെ ഒരു കണ്ണിയിൽ, അതായത് ഏതെങ്കിലും ലാസ്റ്റ് വരുന്ന ഒരു കണ്ണിയിൽ നിങ്ങൾക്ക് കോർത്താൽ മതി. അപ്പോൾ അതിൽ ഇങ്ങനെ കോർക്കുക. വീണ്ടും പ്ലെയർ യൂസ് ചെയ്തിട്ട് ഈ ജംപറിങ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാല ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ലോറിയൽസ് മാത്രം മതി. പിന്നെ ഏറ്റവും ലാസ്റ്റ് കോർക്കാനായിട്ട് 2 ജംപറിങ്ങും ഒരു ഹുക്കും മതി. ഏത് ടൈപ്പ് ഹുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എസ് ഷേപ്പിലൊക്കെ വരുന്ന ഹുക്കും നമുക്ക് യൂസ് ചെയ്യാം. അതാണെങ്കിൽ ഡയറക്റ്റായിട്ട് ലൂപ്പിൽ തന്നെ കോർത്താൽ മതി. ജംപറിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മാലയുടെ ഹുക്ക് കോർത്തു. 2 സൈഡിലും ഓരോ ജംപറിങ് കോർക്കുക. എന്നിട്ട് ഒരു ഭാഗത്ത് ഹുക്ക് കോർക്കുക. എസ് ഷേപ്പിലുള്ള ഹുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹുക്ക് ഇതുപോലെ ഇടുക, എന്നിട്ട് കഴുത്തിൽ മാലയിടുക. അപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് ലെങ്ത്തി ആയിട്ട് കോർക്കാം. പിന്നെ കമ്മൽ, ബ്രേസ്ലെറ്റ് അങ്ങനെ ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് കോർത്തിട്ട് ഇയർ ഹുക്ക് കോർത്താൽ മതി. കമ്മലിനാണെങ്കിൽ ലെങ്ത്ത് കുറച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ മാല എങ്ങനെ കോർത്തതിന് പകരം 2 വരി ഇതേപോലെ തന്നെ 2-3 വരി കോർത്തിട്ട് ജംപറിങ്ങിൽ ഒരുമിച്ച് ലാസ്റ്റ് കോർത്താൽ മതി. അങ്ങനെയാണെങ്കിലും നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ 2 വരിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ കുറച്ചുകൂടി തിക്കായിട്ടിരിക്കും. 2 വരി 3 വരിയൊക്കെ ചെയ്യാം. അത് ഒരേ കളർ വേണമെങ്കിൽ വേറെ കളർ ലോറിയൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇതുപോലെ ബ്രേസ്ലെറ്റ് ആയിട്ടും നമുക്കിടാം. അതും നല്ല ഭംഗിയുണ്ടാകും കാണാനും. കമ്മലാണെങ്കിലും ഒരുപാട് ലെങ്ത്ത് ഇല്ലാതെ ചെറിയ ലെങ്ത്തിൽ ചെയ്തിട്ട് നമ്മൾ ജംപറിങ് കോർത്തതിന് പകരം ഇയർ ഹുക്ക് അവിടെ കോർത്താൽ മതി. അങ്ങനെ നമുക്ക് കമ്മലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാല റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.